അപ്പൊ ഇന്ന് കാത്തുമ്മിക്ക് ഡേ കെയറിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ അവളെ ചോറ്റും പാത്രവും കാര്യങ്ങളൊക്കെ ഈ ബൗളിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്ന് അവൾ ഡേ കെയർ വിട്ട് വന്നാലും ഞാൻ പാത്രം കഴുകിയിട്ട് ഇതിലാട്ടാക്കി വെക്കാറ്. അപ്പൊ ഒരു പാത്രം മിസ്സായി പോവില്ലല്ലോ. അപ്പൊ അത് അപ്പളേക്ക് ഇവിടെ അച്ഛനും മോളിൽ നിന്നൊരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചായ കുടിക്കട്ടെ. അപ്പളേക്കും നമുക്ക് അവൾക്കുള്ള സ്നാക്സ് ആക്കാം. സ്നാക്സിന് നിന്ന് ഞാൻ ഇഡ്ഡലി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ 2 ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തുട്ടോ. പിന്നെ കുറച്ച് ചമ്മന്തി ആക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ സാമ്പാർ ആക്കുന്നുണ്ട്. ചട്നി ആക്കിയില്ല കേട്ടോ. ചട്നി ചിലപ്പോൾ നാശമായാലും വെച്ചിട്ട് അതാക്കിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പകരം കുറച്ചധികം സാമ്പാർ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്നാക്സ് ബോക്സ് അടച്ചു വെച്ചുട്ടാ. പിന്നെ നമ്മളാക്കുന്നത് ലഞ്ചിനുള്ള ഫുഡാണ്. ലഞ്ചിന് കുറച്ച് ചോറും പിന്നെ കാബേജ് ഉപ്പേരി ആക്കി കൊടുക്കുന്നത്. അതിലത്തെ പച്ചമുളകൊക്കെ മാറ്റി വെച്ചിട്ട് കാബേജ് ഉപ്പേരി ആക്കുന്നുണ്ട്. അവൾ കാബേജ് പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. ഈ ഷവായിൽ നിന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പേരിയിട്ട് കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ സാമ്പാറാക്കി. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണല്ലോ. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് 2 നേരം. പിന്നെ കുറച്ച് ചമ്മന്തി ആക്കിയിട്ട് അവളുടെ ലഞ്ച് ബോക്സ് അടച്ചു വെച്ചു. പിന്നെ അവളുടെ ടീസ്പൂൺ ഞാൻ ആക്കാൻ മറന്നു. അപ്പോൾ അതും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ടായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ വേറെ ബോക്സിലാക്കുന്നുണ്ട്. എന്താ പറയുക, അവൾക്കിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. അത് മേടിക്കാൻ പോലെ ടൈം കിട്ടിയിട്ടില്ല സത്യത്തിൽ. ഒരു മിനിറ്റ് സമയം കിട്ടിയ അപ്പേരും മോളിലും പരിപാടി ഇതൊക്കെയാട്ടോ. ഡാൻസ് കളിച്ചുകൊണ്ടേ നടക്കും. അപ്പോഴേക്കും ഞാൻ അവളെ ചോറ്റുപാത്രവും കാര്യങ്ങളൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു ബോട്ടിൽ വെള്ളം ആക്കിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുന്നുണ്ട്. ഉണ്ണി വാ വെച്ച് കുടിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് മണത്ത് നോക്കിയതാണ്. ഞാൻ കഴുകിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് എന്തെങ്കിലും മണം ഉണ്ടോ എന്നറിയാൻ വേണ്ടി മണത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം കൂടി ആക്കിയതിന് ശേഷം ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ അവളെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി മുടി കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും 2 ഭാഗത്ത് മുടി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവളിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ കാത്തുമ്മ ഫുൾ റെഡി ആയിട്ടുണ്ട്. ബാഗൊക്കെ ഇട്ടിട്ട് ഡേ കെയറിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കാത്തുമ്മ ഡേ കെയറിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.